നടൻ ബാലചന്ദ്ര മേനോന്റെ പരാതിയിൽ ആലുവയിലെ നടിക്കും അഭിഭാഷകനുമെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. ആലുവ റൂറൽ പോലീസാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ബാലചന്ദ്ര മേനോന്റെ മൊഴിയും തെളിവും പോലീസ് ഉടൻ ശേഖരിക്കും. നടിയുടെ അഭിഭാഷകൻ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നാണ് ബാലചന്ദ്ര മേനോൻ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയത്. അർജുൻ മട്ടന്നൂർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ മട്ടന്നൂർ, ഈ നടി ഇപ്പോൾ കൂടുതൽ താരങ്ങൾക്ക് നേരെ ഇത്തരം ഭീഷണിയും ഒക്കെ മാത്രമല്ല വെളിപ്പെടുത്തലുകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഈ നടിയോട് പോയി ചോദിക്കുന്നു, നടി ചില പേരുകളൊക്കെ പറയുന്നു. ഇപ്പോൾ ഈ ബാലചന്ദ്ര മേനോനെതിരെയും ആ നടി ഇത്തരത്തിൽ പരാതിപ്പെടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ നടി പരാതിയായിട്ടൊന്നും കൊടുത്തിട്ടില്ല ബാലചന്ദ്ര മേനോനെതിരെ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഓൺലൈൻ മാധ്യമം വഴിയാണ് നടി ബാലചന്ദ്ര മേനോനെ ആക്ഷേപിച്ചിരിക്കുന്നതാണ് ബാലചന്ദ്ര മേനോൻ പറയുന്നത്. ഇതിനൊരു ബ്ലാക്ക് മെയിൽ സ്വഭാവം ഉണ്ടെന്നാണോ ബാലചന്ദ്ര മേനോൻ പറയുന്നത്? ഡോക്ടർ അരുൺകുമാർ, അങ്ങനെ തന്നെയാണ് ബാലചന്ദ്ര മേനോന്റെ ആരോപണം. അതായത് നടന്മാരായ മുകേഷ്, ജയസൂര്യ, ഇടവേള ബാബു, മണിയമ്പിള രാജു തുടങ്ങിയ നടന്മാർക്കെതിരെ പരാതി നൽകിയ നടി കൂടുതൽ നടന്മാർക്കെതിരെ ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്തുകയാണ്. ഇതിൻ്റെ ഭാഗമായി ബാലചന്ദ്ര മേനോനെതിരെയും ഇത്തരത്തിൽ ഒരു യൂട്യൂബ് ചാനലിലൂടെ വെളിപ്പെടുത്തലുകൾ നടത്തി തന്നെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി മനഃപൂർവ്വം ഭീഷണിപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണ് എന്നാണ് ബാലചന്ദ്ര മേനോന്റെ ആരോപണം. എന്തായാലും ഈ ആരോപണത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എറണാകുളം റൂറൽ പോലീസാണ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. ആലുവയിലാണ് ഈ നടി താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആലുവയിലെ സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം ഈ വെളിപ്പെടുത്തലുകൾ, ഈ പരാമർശങ്ങൾ സംപ്രേഷണം ചെയ്ത യൂട്യൂബ് ചാനലിനെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കൊച്ചി സൈബർ പോലീസാണ് കേസെടുത്തത്. IT ആക്ട് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നേരത്തെ ബന്ധുവായ ഒരു പെൺകുട്ടിയുടെ പരാതിയിൽ ഇതേ നടിക്കെതിരെ പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കുകയും അന്വേഷണം നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം ചെന്നൈയിൽ പോയി തെളിവെടുക്കുകയും ചെയ്തിരുന്നു. അതിനിടയിൽ ഈ പോക്സോ കേസിൽ മുൻകൂർ ജാമ്യം തേടി ഈ നടി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരം കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടി നടത്തുന്നു. അതോടൊപ്പം തന്നെ കൂടുതൽ പരാതികൾ നടിക്കെതിരെ വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും കേസടക്കമുള്ള നടപടിയിലേക്കും പോലീസും കടക്കുന്നുണ്ട്. അരുൺകുമാർ, അങ്ങനെ തന്നെയാണ്. ബാലചന്ദ്ര മേനോന്റെ പരാതിയിലാണ് ഇപ്പോൾ യൂട്യൂബ് ചാനലിനെതിരെയും കേസെടുത്തിരിക്കുന്നത്. അതായത് ഈ യൂട്യൂബ് ചാനൽ ഇത്തരത്തിൽ അപകീർത്തികരമായ അശ്ലീല പരാമർശങ്ങൾ അടക്കം സംപ്രേഷണം ചെയ്തു എന്നുള്ളതാണ് കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് IT ആക്ട് പ്രകാരം കൊച്ചി സൈബർ പോലീസ് ഇപ്പോൾ ഈ യൂട്യൂബ് ചാനലുകൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എറണാകുളം റൂറൽ പോലീസ് ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയ നടിക്കെതിരെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പരാതി എന്ന് പറയുന്നത് ബാലചന്ദ്ര മേനോൻ പറയുന്നത് ഈ നടിയുടെ അഭിഭാഷകൻ തന്നെ 3 തവണ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നടിക്കെതിരെയും അഭിഭാഷകനെതിരെയും ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. അരുൺകുമാർ, ഓക്കെ, അപ്പോൾ ആ യൂട്യൂബ് ചാനലിനെതിരെയും കേസെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇത്തരം നടിമാരെ ഈ പോക്സോ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു പ്രതി കൂടിയാണ് ഈ നടി എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പോക്സോ കേസ് ഈ നടിക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ അന്വേഷണം നേരിടുന്നു. അതിൽ ഈ നടിയുടെ മൊഴിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ നടി വന്ന് കൂടുതൽ ആളുകളുടെ പേരുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈൻ യൂട്യൂബിൽ പറയുന്നത് 2 മന്ത്രിമാരൊക്കെ ഉണ്ട് എന്നാണ്. അപ്പോൾ ആ ഓൺലൈൻ യൂട്യൂബ് ഇതൊക്കെ എന്ത് അർത്ഥത്തിലാണ് ഈ കൊടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും കേസിൻ്റെ അന്വേഷണം നടക്കുന്നു. ഓൺലൈൻ ചാനലിനെതിരെ ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒന്നുകൊണ്ട് പഠിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂലേ. അപ്പോൾ അർജുൻ മട്ടന്നൂരാണ് നമുക്കൊപ്പം ചേർന്നത്.